സോ ആദ്യമേ തന്നെ ക്വാളിറ്റിയിൽ കുറവുണ്ടായിരിക്കും. കാരണം ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. എനിക്ക് ഇനി അത് പറഞ്ഞ് സങ്കടപ്പെടാൻ താല്പര്യമില്ല. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം കുറച്ച് ദിവസത്തേക്ക് മേ ബി നമുക്ക് ഫോണിൽ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ നിയോൺ 7 Proയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഇൻഡോർ കണ്ടീഷനിൽ ഈ ഒരു ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് ശോകത്തിൻ്റെയും വലിയ ശോകമായിരിക്കുമെന്ന്. കാരണം കുറേ ലൈറ്റ് വെച്ചാൽ മാത്രമേ ഈ ഒരു ഗ്രേഡിലേക്ക് എത്തുള്ളൂ. അത് വലിയ പാടാണ്. എനിവേ നോക്കാം, നമുക്ക് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. എന്തായാലും മറ്റേത് റെഡി ആവുകയാണെങ്കിൽ പഴയ പ്രതാപത്തിൽ വന്നേക്കാം. അപ്പോൾ എന്തായാലും ഈ ആഴ്ചയിൽ ലോഞ്ച് ചെയ്ത പ്രധാനപ്പെട്ട 3 പോരാളികളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ഇന്നത്തെ പോരാളിയിൽ തുടങ്ങാം. അതായത് മോട്ടോ എഡ്ജ് 50 Pro, തുടർന്ന് നമ്മുടെ OnePlus CE നോഡ് CE4 ഉണ്ട്, അത് കഴിഞ്ഞ് Realme 12X. സോ 3 ഫോൺസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങിയേക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടുള്ള നമ്മുടെ മോട്ടോയുടെ എഡ്ജ് 50 Pro ആണ്. ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിന് 1.5K റെസൊല്യൂഷനുള്ള POLED ഡിസ്പ്ലേ ആണ്. LTPS കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 2000 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. Qualcomm Snapdragon 7 Gen 3 ചിപ്സെറ്റ് ആണ്. സെയിം OnePlus നോഡ് CE4-നകത്തുള്ള LPDDR4X UFS 2.2. ഇവിടെ ജസ്റ്റ് ഒന്ന് എടുത്ത് പറയുകയാണ്, എബവ് 25K അല്ലെങ്കിൽ ഒരു 23Kക്ക് മുകളിൽ UFS 3.1 തന്നേ പറ്റൂ. അല്ലാത്ത എല്ലാ ഫോണും സത്യം പറഞ്ഞാൽ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ പ്രൈസ് 32,000 ആണ്. ഏത് വകയിൽ ഇത് അംഗീകരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഏറ്റവും നെഗറ്റീവ്. 25 വരെ ഓക്കെ ഫൈൻ, 32 നോ, പ്ലീസ് നോ. ഞാൻ മേടിച്ച നിയോ 7 Pro 32-നെ ഞാൻ മേടിച്ചത്. അതിനകത്ത് UFS 3.1 ഉണ്ട്. എന്തായാലും ഇത് പറയേണ്ട ഒരു സ്കീമായിട്ട് പറഞ്ഞാണ്. Android 14 ആണ്. 50 MP മെയിൻ ക്യാമറ ഉണ്ട്, OIS ഉള്ള. 13 MP അൾട്രാ വൈഡ് ഉണ്ട്. 10 MP ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. 3x സൂം ഉള്ള. ഇവിടെ ഒരു കയ്യടി അർഹിക്കുന്നു, കാരണം ടെലിഫോട്ടോ ആൻഡ് ഗുഡ് അൾട്രാ വൈഡ്. 50 MP ഫ്രണ്ട് ക്യാമറയാണ്. 4500 mAh ബാറ്ററിയും 68 വാട്ടിന്റെ 125 വാട്ടിന്റെ ചാർജറാണ്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. 10 വാട്ടിന് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും. USB 3.1 അതായത് 3.1 പുതിയ ജനറേഷൻ USB Type-C ആണ് ഇതിനകത്തുള്ളത്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. Wi-Fi 6E ഉണ്ട്. IP68 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. NFC-യുടെ സപ്പോർട്ടും ഉണ്ട്. 8GB 256GB പ്രൈസ് ആണ്. 31,999. ഇൻട്രോഡക്ടറി പ്രൈസ് ആയിട്ട് ഇവർ 2000 ഓഫർ പറയുന്നുണ്ട്. കൂടാതെ തന്നെ HDFC ബാങ്കിന് 2000 പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 4000 ആണ് ഓഫർ വരേണ്ടത് എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അഥവാ ഈ ഇൻട്രോഡക്ടറി പ്രൈസ് ഉണ്ടെങ്കിൽ 30,000 രൂപയ്ക്ക് ഇത് വെർത്താണ്. ഓക്കെ ഫൈൻ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, UFS 3.1 അല്ല, UFS 2.0. സത്യം പറയുമ്പോൾ കിളി പോയോന്ന് ഞാൻ ആലോചിച്ചു. കാരണം ഇങ്ങനൊരു ബ്രാൻഡ് നല്ലൊരു ഫോൺ ഇറക്കി കഴിഞ്ഞ് ഇതാണ് ഈ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മറ്റേ വെള്ളം കോരി അവസാനം കൊണ്ട കുട പൊട്ടിച്ച് കളയും. ഇതാണ് ഇടപാട്. അതായത് എല്ലാം ശരിയാക്കി ഇവിടെ കൊണ്ട കളഞ്ഞു. ബട്ട് സ്റ്റിൽ ഇത് ആ ഒരു സാധനം എക്സെപ്ഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് എനിക്കത് പറയാം. എക്സെപ്ഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 30,000 ദിസ് ഫോൺ ഈസ് വെരി ഗുഡ്. കാരണം ഇതിനകത്ത് ക്യാമറ അടിപൊളിയാണ്. പിന്നെ ടെലിഫോട്ടോ ലെൻസ് ഈ പറഞ്ഞ സാധനമുണ്ട്. അൾട്രാവൈഡ് നല്ലതാണ്. കൂടാതെ തന്നെ USB 3.1 സാധനമുണ്ട്. IP68 കർവ്ഡ് ഡിസ്പ്ലേ. അതായത് ബാക്കി പ്രീമിയം എന്തൊക്കെ തരാൻ പറ്റും എല്ലാം തന്നിട്ടുണ്ട്. 7 Gen 3 ചിപ്സെറ്റ് 30,000 പെർഫെക്റ്റ് ആണ്. അതിന് മുകളിലോട്ട് പോകുമ്പോഴാണ് ഇതൊരു അത്ര പെർഫെക്റ്റ് അല്ലാതെ തോന്നുന്നത്. അപ്പോൾ എല്ലാം തന്നിട്ടുണ്ട്. UFS 2.2 ആണ് ഏറ്റവും പാര. LPDDR4X RAM. അത് രണ്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് അംഗീകരിച്ചാൽ തന്നെ 30K ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് പ്രൈസ്. 32,000 എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ സ്ലൈറ്റ്ലി ഓവർ പ്രൈസ്ഡ് ആണ്. ഞാൻ ഹെവി എന്ന് പറയുന്നില്ല, കാരണം ബാക്കി എല്ലാം കൂടെ തന്നതുകൊണ്ട് സ്ലൈറ്റ്ലി ഓവർ പ്രൈസ്ഡ് ആണ്. അങ്ങനെ കൂടുതൽ എന്ന് പറയുന്നില്ല, കാരണം എല്ലാം കൂടെ ബാലൻസ് ചെയ്യണമല്ലോ. പണ്ടത്തെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ഉറപ്പായിട്ട് ഓവർ പ്രൈസ് എന്ന് പറയുള്ളൂ. കാരണം ഇപ്പം പിന്നെ ഇതിനകത്ത് കുറേ ആൾക്കാർക്ക് കുറേ വേണ്ട ഫീച്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്. ഈ 3.1-ഉം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ പോലും Wi-Fi 6E തന്നിട്ടുണ്ട്. ഇവിടെ IP68 NFC ഇങ്ങനെ കുറച്ച് സാധനങ്ങളോടെ തന്നതുകൊണ്ട് ഓക്കെ. പിന്നെ അൾട്രാവൈഡും ടെലിഫോട്ടോ. അപ്പോൾ ഇതാണ് മോട്ടോ എഡ്ജ് 50 Pro. ഇറ്റ്സ് എ ഗുഡ് ഫോണാണ്. പക്ഷെ പ്രൈസ് കുറച്ച് ഇതായിപ്പോയി. 30K ഇറ്റ്സ് പെർഫെക്റ്റ് ഫൈൻ. UFS എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയിട്ട് നിങ്ങൾ ആലോചിക്കുക. കൂടാതെ 125 വാട്ട്സിന്റെ ചാർജർ വേണമെന്നുണ്ടെങ്കിൽ 36,000 വേരിയന്റ് മേടിക്കണം. ദയവ് ചെയ്ത് അത് മേടിക്കരുത്. 36,000 നിങ്ങൾ നിയോ 9 Pro എടുത്തു. എന്തിനാ ഇതെടുക്കുക? നമ്മുടെ അടുത്ത താരമാണ് OnePlusന്റെ സ്വന്തം നോഡ് CE4. എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം തോന്നിയ ഒരു ഫോൺ ഇതാണ്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 900 nits പീക്ക് ബ്രൈറ്റ്നസ്. എനിക്ക് തോന്നുന്ന കേട്ടെടുത്തോളം ഇത്രയ്ക്കും ഇപ്പം ലോ സ്പെസിഫിക്കേഷൻ ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നുന്നത്. കുറേയൊക്കെ 1500 2000 ഒക്കെ തള്ളുമ്പോൾ നിറ്റ്സ് ഒക്കെ തള്ളുമ്പോൾ ഇവർ അത്ര ഒരു സെറ്റപ്പ് ഡിസ്പ്ലേ ആയിട്ട് തോന്നുന്നില്ല. എനിവേ Qualcomm Snapdragon 7 Gen 3 ആണ്. വളരെ സന്തോഷം. Adreno 720 ആണ്. ഇവിടെ LPDDR4X RAM ആണ്. ബട്ട് സ്റ്റിൽ UFS 3.1 തന്നിട്ടുണ്ട്. അതാണ് ഇവർക്ക് കൊടുക്കേണ്ട കയ്യടി. 3.1 തന്നു, 4X അവിടെ വെച്ചു.
ഫൈൻ. 3.1 തന്നല്ലോ, സന്തോഷം. 50 മെഗാ പിക്സലിന്റെ സോണിയുടെ LYT 600 OS ക്യാമറയാണ്. 8 മെഗാ പിക്സൽ അൾട്രാവൈഡും ഉണ്ട്. 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ്. Android 14 Oxygen OS 14 ആണ്. 5500 mAh ബാറ്ററി, 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ Wi-Fi 6 ഉണ്ട്, Bluetooth 5.4 ആണ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, NFC ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, X-ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ട്, ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. 8GB 128GB പ്രൈസ് 24,999 ആണ്. 8GB 256GB പ്രൈസ് 26,999 ആണ്. ഒരു നോർമൽ യൂസർ 25,000 നോക്കുവാണെങ്കിൽ ഈ ഒരു ഫോൺ സജസ്റ്റബിൾ ആണ്. ഈ ഫോൺ അങ്ങനെ വലിയ നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞത് ശരി, NFC ഇല്ലെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ നെഗറ്റീവ്സ് തോന്നുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ ഈ ഒരു 3 എണ്ണത്തിനകത്ത് കുറച്ച് പ്രിഫേർഡബിൾ ആയിട്ട് തോന്നി ഇതാണ്. പിന്നെ സോണിയുടെ സെൻസറും തന്നിട്ടുണ്ട്. പിന്നെ നത്തിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചിപ്സെറ്റ് ബേസ് കുറച്ച് ബെറ്റർ നോഡായിരിക്കും. അപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് കൂടുതൽ ഇടാമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ചിപ്സെറ്റ് കിട്ടും. സോഫ്റ്റ്വെയർ രണ്ടും ഏറെക്കുറെ സെയിം, രണ്ടും ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് വലിയ ബ്ലോട്ട്വെയർസ് ഒന്നും വരത്തില്ല. സോഫ്റ്റ്വെയറിന്റെ കാറ്റഗറിയിലും ഓക്കെയാണ്. അപ്പം നത്തിങ്ങിന്റെ ആ ഒരു കുറച്ച് അവരുടെ കുറച്ച് എക്സ്ക്ലൂസീവ് അല്ലാത്ത കുറേ സാധനങ്ങൾ നോക്കി ഒരു നോർമൽ ഫോൺ എന്ന രീതിയിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോട്ട് സി കുറച്ചുകൂടെ ഒരു മേളിലേക്ക് വെക്കും. ഈവൻ ക്യാമറ ആണെങ്കിൽ സ്ലൈറ്റ്ലി മേ ബി ബെറ്റർ ആവാം. അപ്പോൾ ഇതാണ് OnePlus Nord C4നെ പറ്റിയുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. വലിയ കുഴപ്പമില്ല, എനിക്ക് കൂട്ടത്തിൽ ഭേദമായിട്ട് തോന്നി ഇതാണ്. കാര്യമായിട്ട് ഇനി കുറച്ചാൾ റിയൽ ലൈഫ് ടെസ്റ്റ് ഒക്കെ വരുമ്പോഴേ എന്താവും എന്ന് അറിയത്തുള്ളൂ. എന്തായാലും ഇതൊരു കുഴപ്പമില്ലാത്തൊരു ഓക്കെ പ്രൈസും എനിക്ക് വലിയ കുഴപ്പമില്ല, നല്ല പ്രൈസ് ആയിട്ടാണ് തോന്നിയത്. 25K 7 Gen 3 ഓക്കെ ഫൈൻ ആണ്. ഫൈനലി നമുക്ക് ലാസ്റ്റത്തെ ഖിലാഡിയിലേക്ക് കിടക്കാം. അതെ, ഖിലാഡി Realme 12X. അതെ, ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് IPS LCD, 915 nits peak brightness, 120 Hz refresh rate ആണ്. MediaTek Dimensity 6100 പ്ലസ് ചിപ്സെറ്റ് ആണ്. LPDDR4X RAM ആണ്. UFS 2.2 ആണ്. Android 14 ആണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിന്റെ പ്രഹസനോ അൾട്രാ ഒന്നുമില്ല. 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഉള്ളത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, Bluetooth 5.2 ആണ്, Wi-Fi 5 ആണ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. 5000 mAh ബാറ്ററിയും 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും ആണ്. 4GB 128GB പ്രൈസ് 12,000. മൈ ഹംബിൾ റിക്വസ്റ്റ് ഈസ് ദാറ്റ് ഈ ഫോൺ ഒഴിവാക്കുക. അതെ, ഈ ഫോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്ന മോട്ടോ G54 ഇപ്പോഴും ഇതിനേലും ഭേദമാണെന്ന് തോന്നുന്നു. മോട്ടോ G54 മേ ബി ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് 30 വാട്ട്സ് എന്തോ അതിനുള്ളൂ. ബാക്കി എല്ലാ രീതിയിലും എനിക്ക് ഇതിനേലും ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ എടുക്കാം. ഈ പറഞ്ഞ ഫോൺസ് ഒന്നും എൻ്റെ ഇല്ല, അത് വേറെ കാര്യം. നമ്മുടെ സ്പെസിഫിക്കേഷൻ ഒപ്പീനിയൻ റിവ്യൂ, ജസ്റ്റ് ഒപ്പീനിയൻ റിവ്യൂ മാത്രമാണ്. അപ്പം ഇത്രയൊക്കെയാണ് 3 ഫോണിൻ്റെയും കാര്യം. 12X പ്ലീസ് ഒഴിവാക്കുക. നോഡ് കൺസിഡർ ചെയ്യാം, മോട്ടോയും കൺസിഡർ ചെയ്യാം, കുറച്ച് പ്രശ്നങ്ങളോട് കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റും. UFS കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ 30K അതങ്ങ് മേടിക്കുക. HDFCയുടെ ബാങ്കിൽ 28 കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം. കുറച്ച് നാൾ കഴിഞ്ഞാണ് ഈ മോട്ടോ എടുക്കുന്നതെങ്കിൽ 32,000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. 32,000 അത്രയും വലിയ പ്രൈസിലേക്ക് കുറേ പ്രീമിയം വെച്ചിട്ടുണ്ട്. എന്തായാലും റെഡ്മി റിയൽമിയും ചെയ്തതിനേലും ബെറ്റർ ആയിട്ടാണ് ഈ പറഞ്ഞ മോട്ടോ പ്രൈസ് ചെയ്തേക്കുന്നത്. അതിനകത്തൊരു തർക്കവും വേണ്ട. കാരണം റെഡ്മി റിയൽമി പ്രീമിയം എന്ന് പറഞ്ഞ് കുറേ ബ്രോസ് ഇങ്ങനെ കമൻറ്റ് ചെയ്തത് പ്രീമിയം ആണ് ബ്രോ. അതിനകത്ത് പ്രീമിയം തന്നേലും കുറച്ചുകൂടെ നീതി പുലർത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രീമിയം. അതെന്തായാലും സത്യമാണ്. പക്ഷേ 32,000 ഓൺലൈൻ സെൻട്രിക് എന്ന രീതി എനിക്ക് തോന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻ. ചിലപ്പോൾ നിങ്ങൾക്ക് എതിർപ്പുണ്ടാകും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും